പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ED ഇന്ന് നടൻ ജയറാമിനെ ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇന്ന് EDയുടെ ഓഫീസിൽ നടൻ ജയറാം ഹാജരായിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിനായി ഹാജരായിരിക്കുകയാണ്. കൊച്ചിയിലെ EDയുടെ ഓഫീസിലാണ് ജയറാം എത്തിയിരിക്കുന്നത്. ഈ ഒരു ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് പൂജ നടത്തിയതിലും പോറ്റിയുമായി സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലും വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ഇന്ന് നടൻ ജയറാമിനോട് EDയുടെ ഓഫീസിൽ ഹാജരാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇതേ തുടർന്നാണ് ഇന്ന് ഇപ്പോൾ ജയറാം ED ഓഫീസിൽ ഹാജരായിരിക്കുന്നത്. ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകളുണ്ടോ എന്നതിലും അതുപോലെ തന്നെ ജയറാമിൻ്റെ വീട്ടിൽ, ചെന്നൈയിലെ വീട്ടിൽ എത്തിച്ച് ദ്വാരപാലക പാളികൾ എത്തിച്ച് പൂജ നടത്തിയതിലും അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ED നടൻ ജയറാമിനെ ചോദ്യം ചെയ്യാനായി EDയുടെ ഓഫീസിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയത്. ഇപ്പോൾ നടൻ ജയറാം എന്തായാലും കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ ഹാജരായിരിക്കുകയാണ്, ചോദ്യം ചെയ്യലിനായാണ് ഹാജരായിരിക്കുന്നത്. ചൊവ്വാഴ്ച ഹാജരാകാനായാണ് നടൻ ജയറാമിന് ED നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രകാരമാണ് ഇന്നിപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ നടൻ ജയറാം ഹാജരായിരിക്കുന്നത്. ഈ ഒരു ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ ഇതിനൊക്കെ എന്നെ പല പ്രാവശ്യം ഇവർ വിളിച്ചോണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ കള്ളത്തരങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ ക്ഷമിക്കാൻ ബഹുമാനപ്പെട്ട കോടതി, ബന്ധപ്പെട്ട ആളുകളും എല്ലാം സത്യം വിളിച്ചിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായും എല്ലാം നല്ല തന്നെ. ഇനിയും പുറമേ മറ്റവരും കുടുങ്ങാനുണ്ടെങ്കിൽ അവരും കുടുങ്ങട്ടെ, അല്ലെങ്കിൽ അയ്യപ്പൻ വെറുതെ 50 വർഷത്തിന് മുകളിലായിട്ട് ശബരിമലയ്ക്ക് പോകുന്ന ഭക്തനായത്. അപ്പോൾ എൻ്റെയും കൂടി കടമയാണ് ഇത് ക്ലീനായിട്ട്. എന്തെങ്കിലും സാമ്പത്തിക ഇടപാട് ഉണ്ടായിട്ടുണ്ടോ? ചോദ്യം ചെയ്യലിനായി EDയുടെ ഓഫീസിൽ ഹാജരായതിനു ശേഷം നടൻ ജയറാം പ്രതികരിക്കുകയായിരുന്നു. ഇപ്പോൾ ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഇന്നിപ്പോൾ ചോദ്യം ചെയ്യലിനായി EDയുടെ ഓഫീസിൽ ജയറാം എത്തിയിരിക്കുകയാണ്. പറയാനുള്ളതെല്ലാം EDയോട് പറയാം എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ജയറാം ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കെ പറഞ്ഞത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ഇപ്പോൾ ED ഓഫീസിലേക്ക് ജയറാം എത്തിയിരിക്കുകയാണ്. 11 മണിയോടുകൂടിയാണ് ജയറാം എത്തിയിട്ടുള്ളത്. കഴിഞ്ഞ ആഴ്ചയാണ് ജയറാമിന് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയത്. ഏതായാലും ഇപ്പോൾ ഈ ചോദ്യം ചെയ്യലിന് കയറുന്നതിന് മുൻപായി ജയറാം പറഞ്ഞത് എല്ലാം, പറയാനുള്ളതെല്ലാം EDയോട് പറഞ്ഞുകൊള്ളാം. ഇതിൽ സത്യം തെളിയേണ്ടത് ഒരു അയ്യപ്പ ഭക്തൻ എന്ന നിലയിൽ തൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം പറയും എന്നുള്ളതാണ്. അതേസമയം ഈ സാമ്പത്തിക ഇടപാടുകൾ പോറ്റിയുമായി ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞിരുന്നില്ല. ഏതായാലും ഇപ്പോൾ ചോദ്യം ചെയ്യലിനായി ED ഓഫീസിലേക്ക് ജയറാം കയറി പോയിട്ടുണ്ട്. ഏതായാലും നമുക്കറിയാവുന്നതുപോലെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിനിടയിലാണ് ജയറാമിൻ്റെ വീട്ടിലും ഈ ദ്വാരപാലക ശില്പപാളികൾ എത്തിച്ചു എന്നുള്ളത് കണ്ടെത്തിയത്. അതുമായി ബന്ധപ്പെട്ട SITയും അടക്കം ചോദ്യം ചെയ്തിരുന്നു. പക്ഷേ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത് അവിടെ കൊണ്ടുവന്ന് വെച്ചത്. അല്പസമയം പൂജ നടത്തിയ ശേഷം തിരികെ കൊണ്ടുപോയി എന്നുള്ളതാണ് പറഞ്ഞിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞത്. ഏതായാലും നിലവിൽ SIT ജയറാമിനെ സാക്ഷിയാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം EDയും അങ്ങനെ തന്നെയായിരിക്കും. ഏതായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ജയറാമിന്റെ ബന്ധം എന്ത്, ഏതെങ്കിലും തരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ജയറാമിന് ഉണ്ടായിട്ടുണ്ടോ, എങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുകയാണ് EDയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അതായത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് വ്യക്തത വരുത്തുകയാണ് ഇപ്പോൾ ജയറാമിനെ ചോദ്യം ചെയ്യുന്നതിലൂടെ അന്വേഷണ സംഘം ലക്ഷ്യമിടുന്നത്. ജയറാമിനൊപ്പം തന്നെ ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ഇടനിലക്കാരനായി പ്രവർത്തിച്ച കൽപേഷ് കൂടി EDയുടെ ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് ഈ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് ബെല്ലാരിയിലെ ജ്വല്ലറിയിലേക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരം വേർതിരിച്ച സ്വർണം കൊണ്ടുപോയത് ചെന്നൈയിലെ ഒരു ജ്വല്ലറി ജീവനക്കാരനായ കൽപേഷാണ്. ആ കൽപേഷ് കൂടി ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരായിട്ടുണ്ട്. ഇന്നലെ
ജയശ്രീയെ ചോദ്യം ചെയ്തിരുന്നു. ഏതായാലും ഇന്നിപ്പോൾ ജയറാമും കൽപേഷുമാണ് ഈ ശബരിമല സ്വർണ്ണക്കവർച്ച കേസുമായി ബന്ധപ്പെട്ട EDയുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഏതായാലും ഇപ്പോൾ ജയറാം EDയുടെ ഓഫീസിലേക്ക് കയറിയിട്ടുണ്ട്. ഏതായാലും ചോദ്യം ചെയ്യൽ അല്പസമയത്തിനകം തന്നെ ആരംഭിക്കുകയും ചെയ്യും. കേസിൽ നടൻ ജയറാം EDയുടെ മുന്നിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുകയാണ്. EDയുടെ കൊച്ചിയുടെ ഓഫീസിലാണ് നടൻ ജയറാം എത്തിയത്. ഈ ഒരു സമയത്ത് ഹാജരാകുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് പറയാനുള്ളതെല്ലാം EDയുടെ മുന്നിൽ പറയും എന്നതാണ്. കുടുങ്ങാനുള്ളവരെല്ലാം കുടുങ്ങട്ടെ എന്നും ശബരിമല പുണ്യസ്ഥലമാണ് എന്നും കള്ളത്തരം കാണിച്ചവരെ അയ്യപ്പൻ വെറുതെ വിടുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളാണ് അദ്ദേഹം ചോദിച്ചത്. എന്നാൽ ഈ ഒരു സാമ്പത്തിക പോറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടോ എന്നടക്കമുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് നടൻ ജയറാം പ്രതികരിച്ചിരുന്നില്ല. ഏതായാലും ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ നടൻ ജയറാമിനോട് EDയുടെ ഓഫീസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നോട്ടീസ് നൽകിയിരുന്നു. ഇതിൽ പ്രകാരമാണ് ഇന്നിപ്പോൾ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ നടൻ ജയറാമിനെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നതാണ് ലഭിക്കുന്ന വിവരം. ദ്വാരപാലക പാളികൾ ജയറാമിന്റെ ചെന്നൈയിലെ വീട്ടിലെത്തിച്ച് പൂജ നടത്തിയതിനും അതുപോലെ തന്നെ മുഖ്യപ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുണ്ടോ എന്നതിലും വ്യക്തത തേടാൻ വേണ്ടിയിട്ടാണ് ED ചോദ്യം ചെയ്യലിനായി വിളിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും ഇപ്പോൾ കൊച്ചിയിലെ EDയുടെ ഓഫീസിൽ നടൻ ജയറാം ചോദ്യം ചെയ്യലിനായി എത്തിയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിൽ എല്ലാം പറയാനുള്ളതെല്ലാം EDയോട് പറയും, EDയുടെ മുന്നിൽ പറയും എന്നതടക്കമുള്ള കാര്യങ്ങളാണ് നടൻ ജയറാം പറഞ്ഞത്. ആന്റണി ജോർജ് ആണ് വിവരങ്ങൾ നൽകിയത്.